കർത്താവിന്റെ തന്റെ തിരുനാമം അനുഗ്രഹിക്കപ്പെട്ട ഈ നിമിഷം വാഴ്ത്തപ്പെട്ടെ. ക്രിസ്തുവിൽ എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം. നാം ആയിരിക്കുന്ന ഇടങ്ങളിൽ കർത്താവ് നമ്മെ ജയോത്സവമായി നടത്തുന്ന വിധങ്ങളെ ഓർത്ത് നന്ദിയുള്ള ഹൃദയത്തോടെ ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. സർവകൃപാലുവായ ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഈ ചിന്തയിലേക്ക് നമുക്ക് ഒരുമിച്ച് പ്രവേശിക്കാം. സ്തോത്രം. ബൈബിൾ രൂത്തിന്റെ പുസ്തകം 3-ാം അധ്യായത്തിൽ നിന്നൊരു വാക്യം ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം. 11-ാമത്തെ വാക്യം പ്രകാരമാണ്: ആകയാൽ മകളെ ഭയപ്പെടേണ്ട, നീ ചോദിക്കുന്നതൊക്കെയും ഞാൻ നിനക്ക് ചെയ്തു തരാം. നീ ചോദിക്കുന്നതൊക്കെയും ഞാൻ നിനക്ക് ചെയ്തു തരാം. എന്റെ പ്രിയപ്പെട്ടവരെ, ചില വ്യക്തികളോടുള്ള വളരെ വ്യക്തമായ ദൈവിക ദൂതാണ് ഞാൻ ഇപ്പോൾ ഈ വാക്യത്തിൽ കൂടെ വായിച്ചു കേൾപ്പിച്ചത്. നീ ഭയപ്പെടേണ്ട, ചോദിക്കുന്നതൊക്കെയും ഞാൻ നിനക്ക് ചെയ്തു തരാം. കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ സന്ദേശങ്ങൾ പറയുമ്പോൾ ഞാൻ പറഞ്ഞു, കർത്താവ് ആർക്കു വേണ്ടിയാണ് ചെയ്യുന്നത്? ആയിത്തീരുക, ആശ്രയിക്കുക, പൂർണ്ണമായി ആശ്രയിക്കുക, ദൈവത്തിനടുത്തേക്ക് ചെല്ലുക. തിരുവചനത്തിന് അധിഷ്ഠിതമായി, ദൈവവചനത്തിൽ അധിഷ്ഠിതമായിട്ടാണ് ഈ ദിവസങ്ങളിൽ ഈ ആത്മീയ ശുശ്രൂഷയിൽ ഞാൻ ഈ ദൂതുകളെല്ലാം നിങ്ങൾക്ക് കൈമാറിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ കാരണം, ദൈവത്തിന്റെ വചനത്തിന് ജീവനുണ്ട്, ദൈവത്തിന്റെ വചനത്തിന് ചൈതന്യമുണ്ട്. ഇത് ഇരുവാഴ്ത്തലുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതാണ്. ഇത് സാക്ഷാൽ സർവശക്തനായ ദൈവമാണ്. വചനം ജഡമായി പ്രവീം സത്യം നിറഞ്ഞ് നമ്മുടെ ഇടയിൽ പാർത്തു എന്ന തിരുവചനം പഠിപ്പിക്കുന്നത്. ഇത് വചനത്തിന് ദൈവത്തോളം വലിപ്പമുണ്ട്, ദൈവത്തോളം ശക്തിയുണ്ട്. അതുകൊണ്ട് ഒട്ടും സംശയിക്കാതെ ഈ ദൂത് ഇപ്പോൾ തന്നെ നിങ്ങൾ ഏറ്റെടുക്കുക. ഈ ചോദിക്കുന്നതൊക്കെയും ഞാൻ നിനക്ക് ചെയ്തു. അതേ പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. നമ്മൾ ഒരാളോട് ചോദിക്കാൻ പലപ്പോഴും നാം വിളിക്കാറുണ്ട്. എന്നാൽ നാം ചോദിച്ചാൽ നമുക്ക് ചെയ്തു തരുമോ? ആ വ്യക്തി എന്നെ ഹെൽപ്പ് ചെയ്യുമോ? ആ വ്യക്തി എന്നെ സ്വീകരിക്കുമോ? ആ വ്യക്തി എന്നെ താങ്ങുമോ? എന്നെ കരം പിടിക്കുമോ? എന്നൊക്കെയുള്ള ഒരു തോന്നൽ നമ്മുടെ ഉള്ളിൽ വരുമ്പോഴാണ് പലപ്പോഴും നാം ചോദിക്കാൻ മടിക്കുന്നത്. നിങ്ങൾക്കറിയാം, വല്ലതും കിട്ടും എന്ന് നമ്മൾ കരുതിയാൽ നമ്മൾ ചോദിക്കും. കിട്ടത്തില്ല എന്നൊരു തോന്നൽ നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ നാം ചോദിക്കാൻ മടിക്കും. അപ്പോസ്തല പ്രവൃത്തി വായിക്കുമ്പോൾ അറിയാം, സുന്ദരം എന്ന ദേവാലയ ഗോപുരത്തിന്റെ പടിവാതിക്കൽ ദിനംപ്രതി ഭിക്ഷയാചിക്കാനിരിക്കുന്ന മനുഷ്യൻ. അവന്റെ ജീവിതം ചോദിച്ചുകൊണ്ടേയിരിക്കുന്നതാ. ദേവാലയത്തിൽ പ്രാർത്ഥനയ്ക്കായി അല്ലെങ്കിൽ മറ്റാവശ്യങ്ങൾക്കായി ആരൊക്കെ വരുന്നോ അവരോട് എല്ലാവരോടും അവൻ ചോദിക്കും. വല്ലതും കിട്ടുമെന്ന് കരുതി പത്രോസിനോടും യോഹന്നാനോടും അവൻ ഭിക്ഷയാചിച്ചു. ഭിക്ഷയാചിക്കുന്ന ഒരു വ്യക്തിയുടെ മനസ്സിൽ, അവൻ ഒരു വ്യക്തിയെ കണ്ട് ചോദിക്കുമ്പോൾ തന്നെ അവന്റെ ഉള്ളിൽ ഒരു കൺസെപ്റ്റ്, ഒരു ചിന്തയുണ്ട്. വല്ലതും, എന്തെങ്കിലും. അതൊരു വലിയ എമൗണ്ട് ആയിരിക്കത്തില്ല, ഒരു വലിയ സഹായമായിരിക്കത്തില്ല. അതേ പ്രിയപ്പെട്ടവരെ, ഒരു ദിവസം അല്ലെങ്കിൽ ദിനം പ്രതി പതിവായി ഇങ്ങനെ ഭിക്ഷയെടുക്കുമ്പോൾ പലരിൽ നിന്നും അവന് ലഭിക്കുന്ന ചെറിയ ചെറിയ നന്മകൾ, അത് സ്വരൂപിച്ചു വെച്ചാണ് അവന് ജീവിതം മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ നിങ്ങൾ തിരിച്ചറിയുക, നിങ്ങൾ ചോദിക്കുന്നത് മനുഷ്യനോടല്ല, സാക്ഷാൽ സർവശക്തനായ ദൈവത്തോട്. അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്. കഴിയുമെങ്കിൽ വചനങ്ങളെ നാവിലെടുത്ത് ഈ ദൂതുകളെ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക. കർത്താവിന്റെ വചനം പറയുന്നത്, നീ ചോദിക്കുക, ഞാൻ നിനക്ക് ചെയ്തു തരാം. എന്റെ പ്രിയപ്പെട്ടവരെ, ചോദിക്കാതെയും കർത്താവ് ചെയ്യും. ബൈബിൾ പറയുന്നു, രാത്രി മുഴുവനും അധ്വാനിച്ച് ഒന്നും കിട്ടാത്ത പത്രോസ് പടകിൽ നിന്നിറങ്ങി വല കഴുകുമ്പോൾ യേശുവിന്റെ അടുക്കലേക്ക് ചെന്ന് പറഞ്ഞു, പത്രോസേ, നിന്റെ പടക് അല്പ നിമിഷത്തേക്ക് എനിക്കൊന്ന് തരിക. യേശുവിന്റെ വാക്ക് കേട്ട് യേശുവിന്റെ ആവശ്യത്തെ അനുസരിച്ച് ആ പടക് അവൻ വിട്ടുകൊടുക്കുമ്പോൾ ഇന്നത്തേതിലുണ്ടായ നന്മ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ആഴത്തിലേക്ക് നീക്കി മീൻപിടുത്തത്തിന് വലയിറക്കുവീൻ എന്ന് പത്രോസിനോട് യേശു പറയുമ്പോൾ ഉള്ളം നീറി, ഉള്ളം നൊന്ന്, ഉള്ളതുള്ളതുപോലെ പത്രോസ് യേശുവിനോട് പറയുക, നാഥാ, ഞങ്ങൾ രാത്രി മുഴുവനും അധ്വാനിച്ചു. അതെ, നിന്റെ ഉള്ളം തുറക്കുവാൻ ഒരിടം, യേശു കർത്താവിന്റെ ഇടമാണ്, യേശു കർത്താവിന്റെ സന്നദ്ധിയാണ്. എല്ലാവരും ഒരുപക്ഷെ വിശ്വസിക്കണമെന്നില്ല, എല്ലാവരോടും ഉള്ളം തുറക്കുകയും ചെയ്യുന്നത്. നിങ്ങളെ മനസ്സിലാക്കുന്ന, നിങ്ങളെ തിരിച്ചറിയുന്ന, നിങ്ങളെ സ്നേഹിക്കുന്ന, നിങ്ങളെ ചേർത്ത് പിടിക്കുന്ന വ്യക്തികളോട് ഈ ദിവസങ്ങളിൽ നിങ്ങളുടെ ഉള്ളം തുറക്കുവാൻ നിങ്ങൾക്ക് കഴിഞ്ഞാൽ നിശ്ചയമായും
നിങ്ങളുടെ ആവശ്യത്തിനകത്ത് ഒരത്ഭുതം എന്റെ കർത്താവ് ചെയ്യും. കർത്താവിനോട് പത്രോസ് പറയും, കർത്താവെ, രാത്രി മുഴുവനും ഞാൻ അധ്വാനിച്ചു, ഒന്നും കിട്ടിയില്ല. അതേ പ്രിയപ്പെട്ടവരെ, ഞാൻ ഈ സന്ദേശം പറയുമ്പോൾ ജീവിതം മുഴുവനും തോൽവിയാണ്. ഒരു വിധത്തിൽ മുന്നേറാൻ പറ്റുന്നില്ല. ബിസിനസ് തുടങ്ങി, ജോലിക്ക് പോയി, പല രാജ്യങ്ങൾ മാറി മാറിപ്പോയി, പലരും സഹായിച്ചു, പല വിസകൾ വന്നു, എന്തെല്ലാം ശ്രമിച്ചിട്ടും നേടിയതെല്ലാം നഷ്ടപ്പെടുന്നതല്ലാതെ ഒരു വിധത്തിലും ഒരു നന്മ പോലും പ്രാപിക്കാൻ കഴിയാത്തവർ എന്നെ കേൾക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണ്ടിയാണ് ഈ ദൂത് ഞാൻ പറയുന്നത്. അതെ, നിങ്ങൾക്ക് നന്മ ലഭിക്കുന്നതിന് മുമ്പേ നിങ്ങളെ നിങ്ങളുടെ കർത്താവിന് ലഭിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിൽ അതൊരു വഴിത്തിരിവാകും. എന്താ പ്രിയപ്പെട്ടവർ ഞാൻ പറഞ്ഞത്? യേശു കർത്താവിന് പത്രോസിനെ കിട്ടി, അല്ലെങ്കിൽ യേശു കർത്താവിന് പത്രോസിന് പടക് കിട്ടി. പടക് നിറഞ്ഞ് രാത്രിയിൽ അധ്വാനിച്ച് നന്മ ലഭിച്ച പത്രോസിനെയാണ് പ്രഭാതത്തിൽ യേശു കർത്താവ് ഗെനസരത്ത് തടാകത്തിന്റെ കരയിൽ കാണുന്നെങ്കിൽ ഒരിക്കലും പത്രോസിന് അവിടെ ടൈം സ്പെൻഡ് ചെയ്യാൻ കഴിയത്തില്ല. യേശുവിനോടൊപ്പം അവിടെ നിൽക്കാൻ കഴിയത്തില്ല. പത്രോസ് പറയും, കർത്താവ്, ഞാൻ ഒത്തിരി ടയർഡാ, രാത്രി മുഴുവനും ഞാൻ അധ്വാനിച്ചതാ. എന്നാൽ ജീവിതത്തിന്റെ ചില ശൂന്യതകളാണ് കർത്താവിലേക്ക് പലപ്പോഴും ഏറിയ കൂട്ടത്തെയും അടുപ്പിച്ചത്. ഒരുപക്ഷെ നമ്മുടെ ജീവിതം അങ്ങനെ ആയിരിക്കാം. നമ്മുടെ ജീവിതത്തിൽ വന്ന ചില കടഭാരങ്ങൾ, പ്രതീക്ഷിക്കാതെ വന്ന ചില രോഗങ്ങൾ, പ്രതീക്ഷിക്കാതെ വന്ന ചില തകർച്ചകൾ, മാനസികമായി നാം അനുഭവിച്ച ബുദ്ധിമുട്ടുകൾ, നമ്മുടെ ജീവിതം ഒരു വഴിത്തിരിവിലേക്ക് എത്തുവാൻ ഭാരപ്പെട്ട നിമിഷങ്ങൾ, തലമുറയെ ചൊല്ലി, പ്രിയപ്പെട്ടവനെ ചൊല്ലി, പ്രിയപ്പെട്ടവളെ ചൊല്ലി നാം നിലവിളിച്ച സമയങ്ങൾ, ഒരുപക്ഷെ അതൊക്കെ ആയിരിക്കാം കർത്താവിലേക്ക് നമ്മളെ അടുപ്പിച്ചത്. അങ്ങനെ പത്രോസിനെ യേശു കർത്താവിന് കിട്ടി. നിശ്ചയമായും നിങ്ങളെ എന്റെ കർത്താവിന് കിട്ടിയാൽ നിങ്ങളുടെ ശൂന്യതയ്ക്കകത്ത് ഒരു ദൈവപ്രവൃത്തി ഈ ദിവസങ്ങളിൽ എന്റെ കർത്താവ് അയക്കും. ഈ സന്ദേശം പറയുമ്പോൾ ചില കുടുംബത്തിന്റെ അകത്ത് ചില വ്യക്തികളുടെ കരങ്ങളിലുള്ള ശൂന്യതകളെ കർത്താവ് നീക്കുകയാണ്. വിശ്വസിക്കുക, യേശു നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും. ആഴത്തിലേക്ക് നീക്കി മീൻപിടുത്തത്തിന് വലയിറക്കുമെന്ന് പറഞ്ഞപ്പോൾ പത്രോസ് പറഞ്ഞൊരു വാക്കുണ്ട്, നാഥ, രാത്രി മുഴുവനും അധ്വാനിച്ചു. ബാക്കിയാണ് നമ്മുടെ ചിന്ത. എങ്കിലും നിന്റെ വാക്കിന് ഒത്തിരി നീ അധ്വാനിച്ചതാ, ഒത്തിരി നീ കഷ്ടപ്പെട്ടതാ. എന്നാൽ ഒരു പ്രാവശ്യം കൂടെ കർത്താവ് പറയുന്നതൊന്ന് കേൾക്കാൻ അത് ആഗ്രഹിക്കുന്നുണ്ടോ? ഒരു പ്രാവശ്യം കൂടെ കർത്താവ് പറയുന്നതൊന്ന് കേൾക്കാൻ കുഞ്ഞെ നീ തയ്യാറാണെങ്കിൽ ജീവിതത്തിൽ ഇന്നലകൾ നീ അനുഭവിച്ച തോൽവികൾക്കെല്ലാം ദൈവം മറുപടി പറയാൻ പോവുക. നിറഞ്ഞു, വല നിറഞ്ഞു, വലിച്ചു കയറ്റാൻ ബന്ധപ്പെട്ടു. ഞാൻ പറഞ്ഞില്ലേ, നിങ്ങളെ യേശുവിന് കിട്ടിയാൽ നിങ്ങളുടെ ജീവിതം മാറും. പത്രോസിന് പറയാ, നിഗമിക്കുവീൻ, ഫോളോ ചെയ്യുവീൻ എന്ന് പറഞ്ഞില്ല. മറിച്ച് ബൈബിൾ പറയുന്നു, അവൻ പടകും വലയും വിട്ട് യേശു കർത്താവിനെ അനുഗമിച്ചു. ലൂക്കോസ് സുവിശേഷത്തിൽ എന്താണ് കാണുന്നത്? 5-ാമത്തെ അധ്യായം 11-ാം വാക്യം, അവർ പടകുകളെ കരയ്ക്കടുപ്പിച്ച് സകലതും വിട്ട് അവനെ അനുഗമിച്ചു. ഞാൻ ആവർത്തിച്ച് പറയാം, ഈ ദിവസങ്ങളിൽ കർത്താവിനെ ആത്മാർത്ഥമായി ഒന്ന് അനുഗമിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞാൽ, അതെ, ഞാൻ വായിച്ച വാക്യത്തിലേക്ക് വരുമ്പോൾ രൂത്തിനോട് ബോസ് പറയുന്നത് എന്താണെന്നറിയാമോ? നീ ചോദിച്ചതൊക്കെയും ഞാൻ നിനക്ക് ചെയ്തു തരാം. എന്താണ് അതിന്റെ കാരണമെന്ന് തൊട്ട് മുമ്പത്തെ വാക്യത്തിൽ ഇതിലുണ്ട്. 10-ാമത്തെ വാക്യം 2-ാമത്തെ ഭാഗ്യം, നീ യഹോവയാൽ അനുഗ്രഹിക്കപ്പെട്ടവൾ. ദരിദ്രരെയോ ധനവാന്മാരായ ബാല്യക്കാരെയോ നീ പിന്തുടരാതിരിക്കിയാൽ ആദ്യത്തേതിലധികം ദയ ഒടുവിൽ കാണിച്ചിരിക്കുന്നു. നീ ഭയപ്പെടേണ്ട. നീ ആരെയാ പിന്തുടരുന്നത്? ഈ ദിവസങ്ങൾ ആരെയാ നോക്കുന്നത്? ആരെയാ ഫോളോ ചെയ്യുന്നത്? ആരെയാ ഫോക്കസ് ചെയ്യുന്നത്? യേശുവിനെയാണോ? യേശുവിനെയാണോ? യേശുവിനെയാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ, യേശുവിനെയാണ് നിങ്ങൾ പിന്തുടരുന്നതെങ്കിൽ, നിശ്ചയമായും നിങ്ങളോട് കർത്താവിനെ പറയാനുണ്ട്, ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരു അത്ഭുതത്തെ ചെയ്യും. യോഹന്നാന്റെ സുവിശേഷം 21-ാം അധ്യായം 22-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ഇപ്രകാരം കാണാം, നീ എന്നെ അനുഗമിക്കുക. അതെ, നിന്റെ ശൂന്യതകളെ മാറ്റാൻ, നിന്റെ ഞെരുക്കങ്ങളെ മാറ്റാൻ, നിന്റെ ബുദ്ധിമുട്ടുകളെ മാറ്റാൻ നിന്റെ കർത്താവ് ശക്തനാണ്. അനുഗമിക്കുവാൻ നീ തയ്യാറാണോ? എന്താ ബൈബിൾ പറയുന്നത്? നീ പിന്തുടരുന്നത്, നീ ഫോളോ ചെയ്യുന്നത്, നീ വന്നിരിക്കുന്നത് ആരുടെ അടുക്കലാ? അതെ, നിശ്ചയമായും ദൈവം നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും. നീ ചോദിക്കുന്നതൊക്കെയും ഞാൻ നിനക്ക് ചെയ്തു തരാം. അങ്ങനെ ഒരു പ്രോമിസ്, അങ്ങനെ ഒരു വാഗ്ദത്തം ഈ സന്ദേശത്തിൽ പറയുമ്പോൾ ചില വ്യക്തികളോട് വ്യക്തിപരമായി പരിശുദ്ധാത്മാവ് കൈമാറുക. നീ ചോദിക്കും, നിന്റെ വിഷയം എത്ര വലുതാകട്ടെ, നിന്നെ അലട്ടുന്ന പ്രശ്നങ്ങൾ എത്ര വലുതാകട്ടെ, പക്ഷേ ഇന്ന് ഞാൻ ഈ സന്ദേശം പറയുമ്പോൾ ഇതൊരു ദൂത. കരയുന്ന മാതാവേ,
പ്രാർത്ഥിക്കുന്ന സഹോദരി, ആവശ്യബോധത്തോട് ഈ ദിവസങ്ങളിൽ നിലവിളിക്കുന്ന സഹോദര, പരിശുദ്ധാത്മ വളരെ വ്യക്തമായി പറയുന്നു, ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിക്കാൻ പോകുന്നു. ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിക്കാൻ പോകുന്നു. നിന്റെ ശൂന്യതയുടെ അകത്ത് ഒരത്ഭുതത്തെ കർത്താവ് ചെയ്യാൻ പോകുന്നു. യേശുവിന്റെ നാമത്തിൽ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന സകല വ്യക്തികളെയും ഇപ്പോൾ ഞാൻ അനുഗ്രഹിക്കുന്നു. ഇവരുടെ പരാജയങ്ങളെ വകവെക്കാതെ, ഇവരുടെ കർത്താവെ ബുദ്ധിമുട്ടുകളെ വകവെക്കാതെ, കർത്താവിന്റെ വാക്കിന് ഇവർ നീങ്ങിക്കൊണ്ടിരിക്കുക. ഒരത്ഭുതം ഇപ്പോൾ തന്നെ ഈ വാർത്തകൾ കേൾക്കുന്നതിന് ജനത്തിന് മേൽ വെളിപ്പെട്ടു വരാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. അതെ, നീ ചോദിക്കുന്നതൊക്കെയും ഞങ്ങൾക്ക് വേണ്ടി ചെയ്തു തരാൻ ശക്തനാണ് ഞങ്ങളുടെ ദൈവമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്ന കർത്താവെ, ഞാൻ ഈ ജനത്തെ അതിനായി അനുഗ്രഹിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. മടിക്കരുത്, ചോദിക്കുക. വീണ്ടും ഞാൻ ആവർത്തിക്കാം, നിങ്ങൾ ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തരാൻ നമ്മുടെ ദൈവം ശക്തനാണ്. ഉറക്കാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. ആമേൻ.